സയൻസ് അധ്യാപികയുടെ കസാരയ്ക്കടിയിൽ പടക്കങ്ങൾ കൊണ്ട് ബോംബുണ്ടാക്കി വെച്ച് റിമോട്ട് കൊണ്ട് പൊട്ടിച്ച് +2 വിദ്യാർത്ഥികളുടെ തമാശ കൂടുകയാണ്. ഹരിയാനയിലെ ഭിവാനി ജില്ലയിലെ സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വനിതാ അധ്യാപിക കസാരയിൽ ഇരുന്ന സമയത്താണ് വിദ്യാർത്ഥികൾ റിമോട്ട് ഉപയോഗിച്ച് പടക്ക ബോംബ് പൊട്ടിച്ച് ഭീതി ആഴ്ത്തിയത്. കസാരയിൽ നിന്നും നിലത്ത് വീണ അധ്യാപകയ്ക്ക് സംഭവത്തിൽ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ക്ലാസ് മുറിയിലെ സ്ഫോടനം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കം എത്തി അന്വേഷിച്ചപ്പോഴാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ 13 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ക്ലാസ് പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകർ ശകാരിച്ചതിന്റെ പ്രതികാരമായിരുന്നു പടക്ക ബോംബ് സ്ഫോടനം. യൂട്യൂബിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പടക്കം ഉപയോഗിച്ച് ബോംബുണ്ടാക്കുന്നത് പഠിച്ചത്. എന്നാൽ അധ്യാപികയെ പ്രാങ്ക് ചെയ്യാൻ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. അധ്യാപികയ്ക്ക് പൊള്ളലേൽക്കുമെന്നും പരിക്കേൽക്കുമെന്നും കരുതിയിരുന്നില്ലെന്നും വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർത്തു. 15 പേരുള്ള ക്ലാസ്സിലെ 13 പേരുടെ അറിവോടെയായിരുന്നു സംഭവമെന്നാണ് ഞെട്ടിക്കുന്നത്. അധ്യാപിക എത്തുന്നതിന് മുമ്പായി പടക്ക ബോംബ് കസാരയ്ക്ക് കീഴിൽ വെച്ച ശേഷം അധ്യാപിക സീറ്റിലിരുന്നതോടെ മറ്റൊരു വിദ്യാർത്ഥി റിമോട്ട് ഉപയോഗിച്ച് പൊട്ടിക്കുകയായിരുന്നു. 13 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. സംഭവം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെ പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കയ്യിൽ നിന്നും സംഭവത്തിൽ ക്ഷമാപണവും എഴുതി വാങ്ങിയിട്ടുണ്ട്. നിലവിൽ ഒരാഴ്ചത്തേക്കാണ് വിദ്യാർത്ഥികളെ DEO സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ നിന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ വിദ്യാർത്ഥികൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അക്രമാസക്തരാകുന്നതിൻ്റെ കാരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കുട്ടികളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയേറും. അതിനാൽ കുട്ടികളിൽ നിന്നും ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള വീഡിയോകൾ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതകളേറും.